ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പൊറോട്ടയായിട്ടാണ് വന്നിരിക്കുന്നത്. ആക്ച്വലി നമുക്ക് എന്തെങ്കിലും ഒരു ഡിഷ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ പറയും എക്സ്പീരിയൻസ് വേണമെന്ന്. പക്ഷേ എനിക്ക് തോന്നിയിട്ടില്ല എക്സ്പീരിയൻസ് വേണം ഒരു ഫുഡ് ഉണ്ടാക്കണേ എങ്കിൽ. അത്യാവശ്യം ഇത്ര മുളക് പൊടി ഇട്ടാൽ ഇത്ര എരിവ് മഞ്ഞൾ അതൊക്കെ സെൻസ് ചെയ്യാൻ കഴിയുമെങ്കിൽ വലിയ എക്സ്പീരിയൻസിൻ്റെ ആവശ്യമൊന്നും നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ട. ഇപ്പോൾ ഏതെങ്കിലും ഒരു കുക്കറി ചാനലിൽ കയറിയിട്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കിയിട്ട് ഏകദേശം നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. എനിക്കത്ര പ്രോബ്ലം വന്നിട്ടില്ല. പക്ഷേ ഒരു പൊറോട്ട പ്രിപ്പറേഷനിൽ എക്സ്പീരിയൻസ് മാറ്റേഴ്സ് ഇൻ ദ പൊറോട്ട മേക്കിംഗ്. കാരണം എക്സ്പീരിയൻസ് ഇല്ലാതെ പൊറോട്ട ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 99% ആൾക്കാർക്ക് ഫെയിലായിരിക്കുന്നത്. എനിക്കും അതുപോലെ തന്നെയായിരുന്നു. ഞാൻ ഏകദേശം ഒരു 3-4 തവണ ട്രൈ ചെയ്തു. ഓരോ തവണ ഓരോ ലെസൺസാണ് പഠിച്ചത്. ഫൈനലി ഐ സക്സീഡഡ്. അപ്പോൾ എങ്ങനെ ഒരു നല്ല പൊറോട്ട ഉണ്ടാക്കാം, പൊറോട്ട ഉണ്ടാക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന അബദ്ധങ്ങൾ അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കാണണം. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ 1-ാമത്തെയോ 2-ാമത്തെയോ തവണ സക്സസ് ആയേക്കാം. പൊറോട്ട ഉണ്ടാക്കുന്നതിനായി 3 ഗ്ലാസ് മൈദപ്പൊടി, 3-3.5 ഗ്ലാസ് മൈദപ്പൊടി, ഒരു മുട്ട, പഞ്ചസാര, സൺഫ്ലവർ ഓയിൽ, ഡാൽഡ ഉരുക്കി ഒഴിച്ചത്, ഉപ്പ്, വെള്ളം, കുഴയ്ക്കാനുള്ള പാത്രം. പിന്നെ ഈ ഒരു അളവ് ഗ്ലാസ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു അളവ് ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളം ഞാൻ ആഡ് ചെയ്തു. അതിനുശേഷം സൺഫ്ലവർ ഓയിൽ ഉരുക്കി വെച്ച ഡാൽഡയിലേക്ക് കുറച്ച് മിക്സ് ചെയ്ത് ആ ഒരു ഓയിൽ ഒന്ന് ഇളക്കിയിട്ട് അതിലൊരു സ്പൂൺ ഈ വെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം മുട്ട പൊട്ടിച്ച്, ഒരു മുട്ട ഉണ്ടായത് പൊട്ടിച്ച് ഈ വെള്ളത്തിലോട്ട് ആഡ് ചെയ്തു. അതിനുശേഷം ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്തു. 1 സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തു. അതിനുശേഷം നല്ലപോലെ ഇളക്കി കൊടുത്തു. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം പൊടി കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിത് പൊടിയിലോട്ട് ഈ മിക്സ് ആഡ് ചെയ്തൊക്കെ ട്രൈ ചെയ്ത് നോക്കി. കൂടുതൽ സോഫ്റ്റായിട്ട് കിട്ടാൻ നമ്മളെപ്പോഴും കലക്കിയതിന് ശേഷം പൊടി അതിലോട്ട് കുറച്ചായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് കുറേ കൂടെ സോഫ്റ്റായിട്ട് കിട്ടുക. മറ്റേത് ഭയങ്കര ഹാർഡായി പോവും. നന്നായിട്ട് തന്നെ കുറേശ്ശെ പൊടി ചേർത്ത് നല്ലപോലെ സ്പൂൺ കൊണ്ട് തന്നെ കുഴയ്ക്കുക. എന്നിട്ട് ഏകദേശം വല്ലാണ്ടുള്ള നനവ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾക്ക് കൈ കൊണ്ട് കുഴയ്ക്കാൻ തുടങ്ങാം. കൈ കൊണ്ട് കുഴയ്ക്കാൻ തുടങ്ങുമ്പോൾ കൈമ ഒട്ടിപ്പിടിക്കും. അപ്പോൾ കുറേശ്ശെ പൊടി കൈമയൊക്കെ ആക്കിയിട്ട് കുഴച്ച് കഴിഞ്ഞ് വല്ലാണ്ടുള്ള ഒട്ടിപ്പിടിക്കൽ ഒഴിവാക്കാം. നല്ലപോലെ കുഴയ്ക്കണം. ഏകദേശം 15 മിനിറ്റോളം കുഴയ്ക്കണം. ആദ്യം ഞാൻ ഈ ബൗളിൽ തന്നെയാണ് കുഴച്ച് ഒരുവിധം ആക്കിയതിന് ശേഷം, നല്ല ഒരുവിധം സോഫ്റ്റ് ആക്കിയതിന് ശേഷം ഞാനത് ടേബിളിലോട്ട് ഇട്ടിട്ട് വീണ്ടും കുഴയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുവിധം കൈമയുള്ള ഒട്ടിപ്പിടിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ടേബിളിലിട്ടിട്ട് നന്നായിട്ട് ഉരുട്ടി മടക്കി കുഴയ്ക്കണം. കുഴ എത്രത്തോളം നന്നായി ചെയ്യുന്നോ അത്രത്തോളം സോഫ്റ്റ് ആവും. എത്രത്തോളം സോഫ്റ്റ് ആവുന്നോ പൊടി അത്രത്തോളം നല്ല പൊറോട്ടയും നമുക്ക് ലഭിക്കും. നമ്മൾ തിക്കും തിരക്കും പിടിച്ച് ഇത് വേഗത്തിൽ തീർക്കാം എന്ന് വിചാരിച്ചിട്ട് പൊറോട്ട ഉണ്ടാക്കിയാൽ അത് ശരിയാവില്ല. നല്ലപോലെ സോഫ്റ്റ് ആവണം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പൊറോട്ട എക്സ്പീരിയൻസ് നല്ലപോലെ വേണം. നമ്മളിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയാലും നമുക്ക് അത് ശരിയായി കിട്ടില്ല. കുറച്ചധികം തവണ ചെയ്താൽ മാത്രമാണ് പൊറോട്ട റെഡിയായി കിട്ടുള്ളൂ. കാരണം ഇതിൻ്റെ സോഫ്റ്റ്നെസ് ഒക്കെ എത്രത്തോളം ആണെന്നുള്ളതിന് മനസ്സിലാക്കണം. നല്ല സോഫ്റ്റ് ആയിരിക്കണം. നമ്മൾ എണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു നനഞ്ഞ തുണി ഇട്ടിട്ട് മൂടി വെച്ചു. ഏകദേശം 1-1.5 മണിക്കൂർ ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. എത്ര നേരത്തോളം മൂടി വയ്ക്കാൻ പറ്റുമോ അത്രയും മാക്സിമം മൂടി വയ്ക്കുന്നത് നന്നായിരിക്കും. ഇതെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമുക്ക് നമ്മുടെ പൊടി. കുത്തി നോക്കുമ്പോൾ ഇങ്ങനെ കുഴി അത് തൊടുമ്പോൾ തന്നെ നമുക്കറിയാം ഭയങ്കര പതുന്നായിരിക്കും. വേണ്ട, വലിക്കുമ്പോൾ ബബിൾക്കം വലിയണ പോലെ ഞാൻ വലിയും. ആ ഒരു പരുവം വേണം നമുക്ക് പൊറോട്ട ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനി അത് പല ഉരുളകളാക്കി എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു വലിപ്പമുള്ള പൊറോട്ട കിട്ടണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ ഉണ്ട തന്നെ ചെയ്യണം. ഞാനിവിടെ ആകെ 4 പൊറോട്ടയെ ഉണ്ടാക്കുന്നുള്ളൂ. ഞങ്ങൾ 4 ആളാണ്. ഒരു പൊറോട്ടയൊക്കെ ആവശ്യമുള്ള ഒരാൾക്ക്. ഇത് ഇനി പരത്തണം. ഈ പരത്തലിലും കാര്യമുണ്ട്. ഇങ്ങനെ പരത്തുമ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ചൊക്കെ പൊട്ടിപ്പോയാലും കുഴപ്പമില്ല.
ഇത് ഇത്രയും നല്ല സോഫ്റ്റായിട്ട് കിട്ടിയാൽ മാത്രമാണ് വേഗം വേഗം ഇങ്ങനെ പരത്തി പരത്തി കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഈ പരത്തുന്നതൊന്നും ശരിയാവില്ല, നല്ല രീതിയിൽ വലിഞ്ഞ് വലിഞ്ഞ് കിട്ടില്ല നമുക്ക്. നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എല്ലായിടത്തും ഏകദേശം ഒരേപോലെ കനം വരുന്ന രീതിയിൽ പരത്തിയെടുക്കുക. കൈ ഉപയോഗിച്ച് തന്നെ പരത്താവുന്നതേ ഉള്ളൂ. അതിനുശേഷം ലെയർ കിട്ടാൻ വേണ്ടിയിട്ട് പല ടെക്നിക്സ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം. കടയിലൊക്കെ പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യലൊന്നുമില്ല, ഒരു മൂലയ്ക്ക് വെച്ച് പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ തൂക്കി പിടിച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുകയുള്ളൂ. നമ്മൾ വീട്ടിൽ വളരെ കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ, അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അത് മെറ്റോണം ചെയ്യുമ്പോൾ കുറച്ചുകൂടി എക്സ്പീരിയൻസ് വേണം. ഇതാവുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്താലും ശരിയാവും. പിന്നെ ഇത് വല്ലാണ്ട് പരത്തി തിന്നാക്കി കളഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രിങ്സ് എടുക്കുമ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ അതൊക്കെ നമ്മൾ 1-2 തവണ ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവുള്ളൂ. തുമ്പത്ത് പിടിച്ച് വലിച്ചെടുക്കുക പൊട്ടാതെ. അതിന് ശേഷം അത് ജസ്റ്റ് റോൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ചും കൂടിയും എണ്ണ ഒഴിച്ച് അതങ്ങ് മാറ്റി വയ്ക്കുക. ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പരത്തുന്നതിന് മുൻപും തുണി എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ഒന്നും കൂടെ കുഴച്ചിട്ട് കുറച്ചും കൂടെ നേരം വയ്ക്കണമെങ്കിൽ അത്രയും സോഫ്റ്റായിട്ട് കിട്ടും. ഇനി ഇങ്ങനെ നമ്മൾ റോൾ ചെയ്ത് വെച്ച സംഭവങ്ങൾ ഇങ്ങനെ പരത്തി എടുക്കുക. പരത്തുമ്പോൾ തന്നെ നമുക്ക് ആ ലെയറുകൾ അവിടെ ടച്ച് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യാൻ പറ്റും, കാണാനും പറ്റുന്നുണ്ട്. അത്യാവശ്യം നൈസായിട്ട് പരത്തിയെടുക്കുക. ഒരുപാട് നൈസാക്കാൻ പറ്റില്ല. പിന്നെ മൈദ നമ്മൾ എത്ര പ്രസ് ചെയ്താലും ആ ലെയേഴ്സ് അവിടെ തന്നെ നമുക്ക് കിട്ടും. പക്ഷെ നമ്മൾ ഗോതമ്പ് പൊറോട്ടയാണ് ഉണ്ടാക്കണമെങ്കിൽ ഭയങ്കരമായിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഈ ലെയേഴ്സ് നമുക്ക് നഷ്ടപ്പെടും. മൈദ ആയതുകൊണ്ട് ആ പ്രശ്നമില്ല, അത്യാവശ്യം പ്രസ് ചെയ്യാം. പിന്നെ ഒരുപാട് തിന്നാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പാത്രത്തിലോട്ട് ചൂടാക്കാനിടുമ്പോൾ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു ആവറേജ് സൈസ് പൊറോട്ടകളെ ഉണ്ടാക്കുക. ഇനി ഇത് ചട്ടിയിലിട്ട് നല്ലപോലെ ചൂടായതിന് ശേഷം ചട്ടിയിലോട്ട് ഇത് ഇടുക. ഒന്ന് വാടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ മറച്ചിടാം. 2-3-4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചെടുത്ത് കുറച്ച് ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആയി കഴിയുമ്പോൾ 2 സൈഡിലും കുറച്ച് ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആയി കഴിയുമ്പോൾ നമുക്ക് മാറ്റിയിടാവുന്നതാണ്. ഏകദേശം ഈ ഒരു പരുവം, അതിൻ്റെ ഒരു ബ്രൗൺ ഷെയ്ഡുകൾ കണ്ടില്ലേ, ആ ഒരു പരുവത്തിൽ നമുക്ക് ഇത് വെന്തിട്ടുണ്ട്. നാലെണ്ണവും ചുട്ടെടുത്തു. അതിനുശേഷം നമ്മൾ ചൂടധികം ആറുന്നതിന് മുമ്പേ ഇങ്ങനെ അടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒരുപാട് എണ്ണ ഉണ്ടാക്കണമെങ്കിൽ കുറച്ചെണ്ണം ഉണ്ടാക്കിയിട്ട് ഇത് അടിക്കണം, ചൂടാറുന്നതിന് മുമ്പേ അടിക്കണം. ഞാനിപ്പോൾ 4 എണ്ണ ഉണ്ടാക്കിയുള്ളൂ, അതുകൊണ്ട് എല്ലാം ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ ഇട്ടത്. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് ലെയേഴ്സ് ഇവിടെ കാണാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഒരു തവണ ഫെയിലായാലും നമ്മൾ വീണ്ടും ട്രൈ ചെയ്യുക. ഒരു 2-3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും. ഞാൻ ഏകദേശം 3-4 തവണ ചെയ്തിട്ടാണ് ഇപ്പോൾ ശരിയായി കിട്ടിയത്.